UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുകയാണ്. തിരക്ക് പിടിച്ച പ്രചാരണ സമയത്തിനിടയ്ക്കാണ് ശ്രീ അടൂർ പ്രകാശ് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എന്തായാലും തിരക്കാണെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് തോന്നുന്നു. ഈ സർവേ ഫലങ്ങൾ UDFന് അത്ര അനുകൂലമല്ല. കാരണം UDF ആണ് മുന്നിൽ, പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ LDFുമാണ് മുന്നിൽ ചില സർവേകളിൽ. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മറ്റ് മാറ്റങ്ങളുണ്ടാകാം, മറിച്ചിലുകളുണ്ടാകാം, അതൊക്കെ ശരി തന്നെ. എന്നിരുന്നാൽ പോലും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും UDFന് അധികാരത്തിൽ കടന്നു വരാനുള്ള വഴി ഒരുക്കിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഞാനത് പൂർണ്ണമായി അത്തരത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. 100ന്റെ അവകാശവാദമില്ല. 100 സീറ്റിൽ കുറയാതുള്ള സീറ്റുകൾ ഞങ്ങൾ നേടിയെടുക്കും. പക്ഷെ ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഡീൽ എന്നുള്ള ഒരു ആരോപണം വരില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് എന്ത് വന്നാലും ഞങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നുവെങ്കിൽ ഈ പറയുന്ന CPM BJP ഡീൽ എന്നുള്ള ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വരില്ലായിരുന്നു. അതുള്ള സത്യാവസ്ഥയല്ലേ പറഞ്ഞത്. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ സത്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ. ഞങ്ങൾ ആ ഡീല് നടന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അത് അവകാശപ്പെടുന്നു പറയുന്നതിനും ചില കാരണങ്ങളുണ്ടല്ലോ. ആ അവകാശപ്പെടുകയും പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങളൊന്നും കാണാതെ പറയുന്നവരാണ് എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. അത് ജനങ്ങളെ വിഡ്ഢിയാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നീക്കം നടന്നിട്ടുണ്ട് എന്ന് പുറത്ത് ഞങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിഡ്ഢിയാന്മാരാക്കുന്ന ഏർപ്പാടാണ്. ഇപ്പം തന്നെ പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. അതേപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിന് ഇപ്പോൾ അവരൊരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചു ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ BJPയും അവരും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം സ്ഥാനാർത്ഥികളെ വില കുറിച്ച് കാണാൻ പറ്റും. അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. സമ്മതിച്ചു. ഒരു തരത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ വില കുറിച്ച് കാണുകയല്ല. സ്ഥാനാർത്ഥികളെല്ലാം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് യഥാർത്ഥത്തിൽ അവർ വലിയവർ തന്നെയാണ്. അത് ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ ഉടനീളം CPMന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കി എന്ന് അവർ അവകാശപ്പെടുന്നു. ആ തരംഗം ഉണ്ടാക്കിയ അവസരത്തിൽ ഒരു കാര്യം, അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യം ചെയ്ത് BJPയുടെ വോട്ടുകൾ എത്രമാത്രം പുറകിലേക്ക് പോയിരിക്കുന്നു, ആ വോട്ടുകൾ എന്തുകൊണ്ട് ഈ CPMലേക്ക് വന്നു എന്നതിനെക്കുറിച്ച് അതാണ് ഞങ്ങൾ പറയുന്ന ഡീല്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പഴയ മണ്ഡലമായ കോന്നി അതൊരു ഘടകമാണല്ലോ. കോന്നിയിലും എന്തോ ഒരു ഡീല് നടക്കുന്നു എന്നുള്ളതാണല്ലോ. അവിടെ CPMനെ സഹായിക്കുന്നു BJP എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ 2011 മുതൽ കോന്നിയിലെ സാഹചര്യം നോക്കിയാൽ അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അടൂർ പ്രകാശ് അല്ലേ. അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വോട്ട് കൂടും. ഏതാണ്ട് 72,000 വോട്ട് വരെയൊക്കെ വന്നിട്ടുണ്ട്. താങ്കൾ ഇല്ലാത്തപ്പോൾ വോട്ട് താഴോട്ട് പോകും. അവിടെ എന്തിനാണ് BJP CPM ഡീൽ എന്ന് പറയുന്നത്? അല്ല, അവിടെ ഉള്ള ഒരു പ്രശ്നം, ഇപ്പോൾ അവിടെ സുരേന്ദ്രൻ മത്സരിക്കുന്ന അവസരത്തിലുള്ള വോട്ടിംഗ് ഷെയറും അതിനുശേഷം മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് ഷെയറും ആയി പരിശോധിച്ച് നോക്കുമ്പോൾ LDFലേക്ക് ആ വോട്ടുകൾ പോയി എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് രണ്ടാം തവണ അവിടെ ജയിക്കാൻ ഉള്ള അവസരം LDFന് കിട്ടിയത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ സുരേന്ദ്രനായിരുന്നു CPMനെ ജയിപ്പിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല. 39,000 വോട്ട് ഒരു തവണ നേടി. അതെ, 2,000 വോട്ട് പിന്നെ എത്രയിലേക്ക് പോയി? അല്ല, അവസാനം 32-ലല്ലേ വന്നത്? അല്ലല്ല, അത്രയും വന്നിട്ടില്ല. അതിലേക്ക് താഴെ പോയി. അതൊരു വോട്ട് ഷെയർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത് ഒരു മേജർ വോട്ട് ഷെയർ ഒരു മേഖലയിൽ പോകുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. കോന്നിയിൽ ഒരു ആത്മവിശ്വാസമില്ല. അടൂർ പ്രകാശ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. അല്ല, അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അടൂർ പ്രകാശ് ആയിരുന്നോ അല്ലെങ്കിൽ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എന്തായാലും കോന്നിയിലെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി UDFനെ സംബന്ധിച്ചിടത്തോളം പരമാവധി അധ്വാനങ്ങൾ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇന്ന്
ഇവിടെ നിന്ന് ഇവിടുത്തെ ഈ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പോകുന്നത് തണ്ണിത്തോട്ടിലേക്കാണ്. അപ്പോൾ തണ്ണിത്തോട്ടിൽ പോയിട്ട് അടുത്തത് ആലപ്പുഴ ജില്ലയിൽ താമരക്കുളത്തും മറ്റ് അവിടെ 1-2 കൺവെൻഷൻ വിളിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കയറിയിട്ട് വീണ്ടും തിരിച്ച് ചിറ്റാറും സീതത്തോടിലേക്കും ഒക്കെ ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യം എന്താ, UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കണം. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് UDFന്റെ കൺവീനർ എന്നുള്ളതിൽ എൻ്റെ. എന്തിനാണ് അത്ര ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? കാരണം താങ്കളെ പോലെ ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. അല്ല, അത് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രസ്ഥാനമില്ലേ, കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ CPM തീരുമാനമെടുക്കുന്നതനുസരിച്ച് പോകാൻ പറ്റുന്ന രീതിയിലല്ല. കോൺഗ്രസിന് ഒരു വലിയ ചട്ടക്കൂടുണ്ട്. ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. ആ പൊതുവെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ 2016 ഞാൻ 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോന്നി ജയിച്ചു. അത് കഴിഞ്ഞ് 2019 എൻ്റെ പാർട്ടി തന്നെ എന്നെ ചുമതലപ്പെടുത്തുകയാണ്, പോയി ആറ്റിങ്ങൽ മത്സരിക്കണം. അപ്പോൾ അങ്ങനെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ആറ്റിങ്ങലിലേക്ക് പോകാൻ തീരുമാനമെടുത്തത് കോൺഗ്രസിന് വിധേയമായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തനം നടത്തി മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്, അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ വല്ലതും ഉണ്ട്. പിണറായി തീരുമാനിക്കും ആര് സ്ഥാനാർത്ഥിയാകണം. പിണറായി പറയും ഇന്ന ആളാകട്ടെ, പിണറായി പറയും മന്ത്രി ഇന്ന ആളാകട്ടെ. ആ ഒരു ഏർപ്പാടുമായിട്ടല്ല കോൺഗ്രസ് മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അതിൽ താങ്കൾ അല്പം വേദനയോടെയാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ അവർ മത്സരിക്കണമായിരുന്നു, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നേനെ എന്ന്. എന്താണ് അങ്ങനെ പറയുവാനുള്ള കാരണം? അല്ല, അതൊക്കെ ഞങ്ങളുടെ ഇന്റേണലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാനിപ്പോൾ അതേക്കുറിച്ച് ഇവിടെ വെച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വന്നപ്പോൾ കാഷ്വലായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ അജണ്ട എന്ന് പറയുന്നത് ഈ ഡീലാണെന്ന് തോന്നുന്നു. മറ്റൊന്നിലേക്കും കാര്യങ്ങൾ പോകുന്നില്ല. എപ്പോഴും CPM BJP ഡീൽ 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യാവസ്ഥ ഞങ്ങൾ പറയണ്ടേ, പുറത്തു പറയണമല്ലോ. സത്യാവസ്ഥകൾ എന്തായാലും ജനങ്ങളോട് അറിയണ്ടേ. ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ BJP CPM ഡീൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അതൊരു പ്രത്യയശാസ്ത്രപരമായിട്ട് പോലും അങ്ങനെ കാണാൻ കഴിയുകയില്ല. പിന്നെ ഏത് രീതിയിൽ അങ്ങനെ വരുമെന്ന് അത് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അഭിപ്രായ ഭിന്നതയുമായി ഒന്ന് വിട്ടുപോയാൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക. അതിന് രണ്ടിടത്തുണ്ട്. ഇപ്പൊ CPM CPI അത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. അപ്പൊ ആ സ്ഥാനാർത്ഥിത്വം അങ്ങനെ കൊടുത്ത് ഒക്കെ വരുമ്പോൾ അവരുടെ ധാരണ എന്താ, ഇവിടെ വോട്ട് സ്പ്ലിറ്റാക്കാം. സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിൽ ഒരു കാരണവശാലും BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. പക്ഷെ ഡീലുണ്ടെങ്കിൽ അക്കൗണ്ട് തുറക്കും. അപ്പൊ ഈ ഡീല് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡീലുകൾ ഉണ്ടെങ്കിൽ CPMന് അനുകൂലമായിട്ടുള്ളത് അവർ കൊടുക്കുകയും BJP അങ്ങോട്ട് കൊടുക്കുകയും അതേപോലെ തന്നെ BJPക്ക് വേണ്ടി CPM ചില ഇടങ്ങളിൽ കൊടുക്കുവാൻ തീരുമാനം എടുത്തിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഡീലെന്ന് പറയുന്നത്. തെലങ്കാനയിൽ BRS എതിരെ കോൺഗ്രസ് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. B ടീമാണ് BJPയുടെ എന്ന്. അവിടെ അത് കാര്യം സാധിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്താൻ കഴിഞ്ഞു. മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു. അതല്ലേ ഇവിടെയും ലക്ഷ്യമിടുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഞങ്ങൾക്ക് ആ സമയാസമയങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങളും തുറന്നു പറയണം. തുറന്നു പറയേണ്ട ആവശ്യകതയുണ്ട്. അത് തുറന്നു പറയുക എന്ന് പറയുന്നത് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുവാൻ വേണ്ടി, ഇപ്പൊ മുസ്ലിം വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എന്ന് നോക്കിയാണ് CPM ആളുടെ നടത്തിയത്. അപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്തിനാ, പാലക്കാട് തന്നെ ഉദാഹരണം എടുത്താൽ മതി. അപ്പോൾ ആ ഉദാഹരണം ഞാൻ ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വില കുറച്ച് പറയുകയല്ല. സ്ഥാനാർത്ഥി വലിയവനായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നല്ലവനായിരിക്കാം. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കാരണവശാലും ഞാൻ പരാമർശിക്കുകയല്ല. പക്ഷേ അവിടെ
മുസ്ലിം വോട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ നേട്ടം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് കൃത്യമായി ഗവേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള ഡീലുകൾ ഓരോ മേഖലകളിലും ഉണ്ടാക്കാൻ വേണ്ടി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.